പെയിന്റിനകത്ത് പെയിന്റ് വരയ്ക്ക് പോകണമെന്ന് അറിയത്തില്ല. Welcome to Math Plus Plus. എൻ്റെ പേര് അരവിന്ദ്, this is Aju and this is Arun. This is the first episode of Math Plus Plus. ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് എനിത്തിങ് റിലേറ്റഡ് ടു ടെക്. സോ ഞങ്ങൾ നാച്ചുറലി ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് ആസ് ഓഫ് നൗ. അപ്പം എന്തൊക്കെയാണ് ടെക് ഇൻഡസ്ട്രി നടക്കുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ഒരു വെന്യൂ വേണം എന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. സോ ദിസ് ഇസ് ആർ സെക്കൻഡ് അറ്റംപ്റ്റ് ആക്ച്വലി. സോ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങൾ ഞങ്ങൾ പബ്ലിഷും ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്യണം. ഫൈനലി ഇപ്പം നമ്മളാണെങ്കിൽ maybe we can self-introduce ourselves in this first episode. ശരിയാ, അപ്പം വലിയ ഇൻട്രൊഡക്ഷൻ ഇല്ല. സോ എൻ്റെ പേര് അജു. ലൈക്ക് ഞാനിപ്പം ലെവിച്ച് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പിൽ ബേസിക്കലി എൻജിനീയറിംഗ് ഹെഡ് ചെയ്യാണ്. സോ അതാണ്. പിന്നെ ഞാൻ ഐ വാസ് ബീൻ വർക്കിംഗ് ഫോർ അറൗണ്ട് 10 years ക്ലോസ്ലി വിത്ത് 10 years ആയി. 10 years പ്രൊഫഷണൽ എക്സ്പീരിയൻസ് അല്ല, നമ്മുടെ കോളേജിൽ നടക്കിയപ്പോഴാണ് സീനിയർ എഞ്ചിനീയർ. അങ്ങനെയല്ല. അപ്പോൾ അതെല്ലാം കൂടെ കണക്ക് കൂട്ടി അപ്പോൾ സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫൈനലി ഇപ്പം സ്റ്റാർട്ടപ്പിൽ സെറ്റിൽ ചെയ്തു. യെസ്. ഓക്കെ. എൻ്റെ പേര് അരുൺ. ഞാൻ ബേസിക്കലി ബാക്ക് ആൻഡ് ഡെവലപ്മെൻറ്റ് / ഡേറ്റ എഞ്ചിനീയറിംഗ് ചെയ്യുന്നു ഒരു പൂനെ ബേസ്ഡ് കമ്പനിയിൽ. അതാണ് എൻ്റെ കറന്റ് ടെക് ബാക്ക്ഗ്രൗണ്ട്. സോ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഹസുര എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പിലാണ്. സോ ഞാനും അജോയും അരുണും ബേസിക്കലി ഒരു സമയത്താണ് ഗ്രാജുവേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്തു for 1 year. Then technically we began our career. Correct. So that's about us. എനിക്ക് നമ്മുടെ ഈ മാത്ത് പ്ലസ് പ്ലസിനെ കുറിച്ച് ഒന്ന് ഇച്ചിരി എന്തെങ്കിലും നമ്മുടെ ഓഡിയൻസിന് ക്ലിയർ ആയ Math plus plus, the name Mad. So we named our startup Design and Make. Design and Make. So unfortunately the domain is not available. So അതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്ത നെയിം ആയിരുന്നു Mad. Make and Design. അതെ, അത് കഴിഞ്ഞ പേര് അങ്ങ് നമ്മുടെ എല്ലായിടത്തും നമ്മൾ അതിൻ്റെ കൂടെ ഒരു ലാബും കൂടെ ചേർത്തപ്പം നമ്മൾ മാഡ് ലാബ്സ് ആയി. മാഡ് പ്ലസ് പ്ലസ് ഇനി എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. Mad Hacks. Ajo is a very good mentor. So Ajo had a lot of students under his mentorship. പിന്നെ മാഡ് പ്ലസ് പ്ലസിനെ കുറിച്ച് പറയാം. So Mad Plus Plus basically ഒരു ടെക് പോഡ്കാസ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ ഒരു ഓഡിയൻസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ലൈക്ക് ബേസിക്കലി നമ്മുടെ ജേർണി ഒന്ന് ഷെയർ ചെയ്യാം. മേ ബി ഈ എപ്പിസോഡിൽ നമ്മൾ മേ ബി നമ്മുടെ ജേർണി ഷെയർ ചെയ്യും. സോ ദാറ്റ് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവും നമ്മൾ എന്തുവാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്, നമ്മൾ ആരാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെ എന്തൊക്കെ അവന്യൂസിലാണ് നമ്മൾ എക്സ്പെർട്സ് അല്ല, നമുക്ക് കുറച്ച് നോളജ് ഉള്ളത്. പിന്നെ നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. റിവ്യൂസ് ആണെങ്കിലും ബേസിക്കലി ഞങ്ങളുടെ ഒരു എക്സ്ക്യൂസ് ആണ്. ബേസിക്കലി ഞങ്ങൾക്കൊന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ ഞങ്ങളൊരു എക്സ്ക്യൂസ് കണ്ടെത്തുന്നു എന്നാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതെ, ഹോപ്പ്ഫുള്ളി ദാറ്റ് ഈസ് യൂസ്ഫുൾ. അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡിനെ പറ്റി പറയാം. ഹൗ വി ഗോട്ട് ഇൻടു ദിസ്. അത് ശരി, അതൊരു ഗുഡ് സ്റ്റാർട്ട് ആയിരിക്കും. അരുൺ, നീ സ്റ്റാർട്ട് ചെയ്തു. എന്താ നീ എപ്പോഴാണ് കോഡ് ചെയ്തത്? ഞാൻ കോഡ് 11th ആണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് പിന്നെ കമ്പ്യൂട്ടേഴ്സ് ഭയങ്കര താല്പര്യമായിരുന്നു. ബേസിക്കലി എൻ്റെ ഇൻട്രസ്റ്റ് ഗെയിമിംഗ് ആയിരുന്നു. അപ്പൊ കൊച്ചിലെ ഏത് ഗെയിമായിരുന്നു കളിച്ചത്? മറ്റേ മിനി ക്ലിപ്സ് ഓർമ്മയുണ്ടോ? ഇവൻ മറ്റേ അതിനുള്ള ഇന്റർനെറ്റ് നീ അപ്പോഴേ നമുക്ക് എനിക്കാണെങ്കിൽ ഫ്ലാഷ് ഗെയിംസ് അത് മറ്റേ ആ സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ എന്റെ കമ്പ്യൂട്ടറിനകത്ത് പറ്റിയില്ല.
അതെന്താണെന്ന് അറിയത്തില്ല, കാരണം നമ്മൾ പഴയ കമ്പ്യൂട്ടർ ബേസിക്കലി കമ്പ്യൂട്ടർ എൻ്റെ ഇൻട്രസ്റ്റ് ഗെയിംസ് ആയിരുന്നു. പിന്നെ 11th 12th വരെപ്പോഴാണ് സ്കൂളിൽ മറ്റേ സി വേണമായിരുന്നു, അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അത് സെറ്റപ്പ് ചെയ്തു. പിന്നെ മറ്റേ പിന്നെ ഞാൻ ഉബുണ്ടു ഡ്യുവൽ ബൂട്ട് ചെയ്തു. പക്ഷെ അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഉബുണ്ടു ഇതെന്തോ ഡെവലപ്മെന്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആണല്ലോ, അന്ന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഉബുണ്ടു ഡ്യുവൽ ബൂട്ട്. അപ്പൊ അതെന്തായിരുന്നു റീസൺ? ചുമ്മാ നമ്മളെല്ലാം വിൻഡോസ് കേട്ടിട്ടുള്ളൂ, ഉബുണ്ടു ഒരു ഡിഫറെന്റ് ഓവേഴ്സ് ആണ്, അപ്പൊ അത് ഡ്യുവൽ ബൂട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എനിക്ക് എന്തുവാ, ഞാൻ ഉബുണ്ടു ഡ്യുവൽ ബൂട്ട് ചെയ്യും, അല്ല ബ്രൗസർ യൂസ് ചെയ്യും, വിൻഡോസ് വരും അല്ല ബ്രൗസർ യൂസ് ചെയ്യും. അപ്പൊ ഉബുണ്ടു ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത്? അങ്ങനെ ഗൂഗിളിൽ കണ്ടുപിടിച്ചതാ. എനിക്ക് ബേസിക്കലി 11th 12th ടെക്നിക്കലി ഒരു ഐഡിയ ഇല്ലായിരുന്നു. ലൈക്ക് ബിക്കോസ് സിസ്റ്റം ആണെങ്കിലും ഭയങ്കര ഓൾഡ് സിസ്റ്റം. എനിക്ക് തോന്നുന്നു ഈ ഞാൻ പറഞ്ഞില്ലേ കുവൈറ്റിൽ ഈ ഓഫീസില് ബാക്കി വരുന്ന പീസസ് ഓപ്ഷൻ ഇല്ല, എൻ്റെ മറ്റേ അവര് ഇത് റീസെല് ചെയ്യും, എന്നിട്ട് അവര് പുതിയ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ മേടിക്കും. അപ്പൊ നമ്മുടെ പപ്പ ഇങ്ങനെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൈസ കൊടുക്കല്ല, അപ്പൊ അവിടെ അന്ന് നമുക്ക് കിട്ടിയത് Pentium 2. നമുക്കത് വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ അന്നത്തെ സാധനം ഇങ്ങനെ ചെറിയ മറ്റേ വിൻഡോസ് ഡോക്യുമെന്റ് വേർഡ് ഡോക്ക് അത് മറ്റേ ക്ലിപ്സ് ഒക്കെ വന്ന് ഇങ്ങനെ ചാടി അതും പിന്നെ പെയിന്റിനകത്ത് പെയിന്റ് വരയ്ക്കുന്നത് ഹൗസ് വരയ്ക്കുന്നതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നു കോഡ് ഇൻട്രൊഡ്യൂസ് ആയത് 11th 12th. പക്ഷെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത CPP ആണ്. സിയും കേട്ടിട്ടില്ല, ഞാനന്ന് കേട്ടിട്ടില്ല. C++ ആയിരുന്നു. അപ്പം അതായിരുന്നു മേജർലി ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പം അതിനകത്ത് മറ്റേ ടെർമിനൽ ടെർമിനൽ എന്ന് പറഞ്ഞ എടാ ആ ബ്ലൂ സ്ക്രീൻ എഡിറ്റർ, കറക്റ്റ് എഡിറ്റർ പ്ലസ് ഒരു ID പോലെ ഒരു ലൈറ്റ് കളർ സ്ക്രീൻ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു UI, ചെറിയൊരു UI. അതായത് പറഞ്ഞത് അന്ന് നമുക്കത് എന്താണെന്നോ അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഇതാണ് അതിന്റെ സ്കോപ്പ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. യെസ്, നീയാണ് അതിന്റെ എനിക്ക് ബേസിക്കലി എന്റെ ഫസ്റ്റ് കമ്പ്യൂട്ടർ കിട്ടിയത് എനിക്ക് 7th 8th ഒക്കെ പഠിക്കുമ്പോഴാണ് തോന്നുന്നു. അതെനിക്ക് കിട്ടിയത് ലൈക്ക് ഇതുപോലെ തന്നെ സിമിലർലി ലൈക്ക് ബാങ്കിന്റെ പഴയ കമ്പ്യൂട്ടേഴ്സ് അവര് ലൈക്ക് ലേലം വിളിച്ച് കൊടുക്കും. അപ്പം അതിനകത്തുനിന്ന് നമുക്കൊരു വൈറ്റ് CRT മോണിറ്റർ പ്ലസ് ഒരു വൈറ്റ് ക്യാബിനറ്റ് ഒരു കമ്പ്യൂട്ടർ കിട്ടും. അപ്പോൾ ബേസിക്കലി 256 MB റാം, ഫ്ലോപ്പി ഡിസ്ക്, മറ്റേ മൗസ്, മറ്റേ ബോൾ മൗസ്. ഫസ്റ്റ് ടൈം എന്തോ ഭാഗ്യത്തിന് എനിക്ക് തോന്നുന്നു അന്ന് ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് എനിക്ക് തോന്നുന്നു വിൻഡോസ് XP ആയിരുന്നു. വിൻഡോസ് XP ലൈക്ക് CD റോമിനകത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എനിക്കൊരു ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് ഡിഫറെന്റ് സോഫ്റ്റ്വെയർസിന്റെ CDസിന്റെ കളക്ഷൻ. എനിക്ക് അങ്ങനെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, ഡിജിറ്റൽ ഉണ്ടായിരുന്നു. അതുപോലെ അതിന്റെ ബാക്കിൽ ഒരു CD കിട്ടും, അത് മേടിക്കുമ്പോൾ എന്നിട്ട് നമ്മൾ അത് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ ഫയൽ ഹിപ്പോ അങ്ങനെ കുറെ ഫയലിപ്പോ ഉണ്ടായിരുന്നു, കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മൾ പോയെ. അതെ. സോ അപ്പം ലൈക്ക് നാച്ചുറലി നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ ബേസിക്കലി ഇൻട്രസ്റ്റഡ് ആവുമല്ലോ കമ്പ്യൂട്ടേഴ്സിൽ. അപ്പം നമ്മൾ ബേസിക്കലി അതുകൊണ്ട് ടിങ്കർ ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഇപ്പം നമ്മൾ നോക്കും ഓക്കെ വിൻഡോസ് XP, അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ ലിനക്സ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമുക്ക് ഒരു CD ലിനക്സ് മിൻഡ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ലിനക്സ് മിൻഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി, നമ്മൾ അത് ബൂട്ട് ചെയ്തു. നീ ലിനക്സ് മിൻഡ് ചെയ്തോ? ലിനക്സ് സോ ബേസിക്കലി അപ്പൊ നമുക്ക് മനസ്സിലായി ഓക്കെ ഇത് എന്തോ ആണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം എനിക്ക് ആകെ അറിയാവുന്ന ഒരു ചേട്ടനുണ്ട്, MCA പഠിക്കുന്ന ചേട്ടൻ. അപ്പൊ ആ ചേട്ടനോട് ചോദിച്ചിട്ട് പുള്ളി ഒരു ബുക്ക് തന്നു. ഞാൻ ആ ബുക്ക് നോക്കിയപ്പോൾ എന്താ പറഞ്ഞ സാധനം വിഷ്വൽ ബേസിക്. പക്ഷെ വിഷ്വൽ ബേസിക് മിന്റിൽ വർക്ക് ചെയ്യില്ലല്ലോ. ഇല്ല, ഇത് ബേസിക്കലി വിൻഡോസിലാണ്. വിഷ്വൽ ബേസിക് കണ്ടു, ഓക്കെ ഫൈൻ. അപ്പം ഇനി അവിടെ എന്തുവാ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് അറിയുന്നത് അന്ന് തന്നെ മാത്സ് പഠിച്ചോണ്ട് മറ്റേ ഏരിയ ഓഫ് സ്ക്വയർ, ഏരിയ ഓഫ് സർക്കിൾ, തിങ്സ് ലൈക്ക് ദാറ്റ്. അന്നേ മെന്റർ ഉണ്ടായിരുന്നു. അല്ല ഇത് മെന്റർ ഒന്നും അല്ല,
ടെക്നിക്കലി മെന്റർ ചെയ്യുന്ന പരിപാടിയല്ല ചെയ്തത്, ഗൈഡ് ചെയ്തു. കൈൻഡ് ഓഫ്. സോ ഞാനിപ്പോ നോക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ബേസിക്കലി കുറെ ബൂട്ടിങ്ങും മറ്റേതൊക്കെ ഇപ്പൊ ഉബുണ്ടു ഞാൻ ബൂട്ടി എന്ന് പറഞ്ഞിട്ട് ഉബുണ്ടു എനിക്ക് വലിയ യൂസ് ഇല്ല. പക്ഷെ അന്നേരം ബൂട്ടിംഗ് എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റ് തന്നെ എനിക്ക് കിട്ടിയില്ല. ബൂട്ടിംഗ് എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റ് ലൈക്ക് ഇവിടെ പോകണം, ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം, ഇത് ഡിവൈഡ് ചെയ്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, എനിക്ക് സ്വാപ്പ് ചെയ്യാം, സ്വിച്ച് ചെയ്യാം, ഇത് തന്നെ എനിക്ക് ബേസിക്കലി ലൈക്ക് ആ ഒരു നോളജ് പോലും നമ്മൾ ഗെയിൻ ചെയ്ത ലേറ്റർ ആണ്. ലൈക്ക് അതാ ഞാനിപ്പോ ഇങ്ങനെ സോ ബേസിക്കലി നമുക്ക് അന്ന് നമുക്ക് ഈ ടെർമിനൽസ് എന്തുവാകുന്നു, നമുക്കൊരു വിൻഡോ വരും, വിൻഡോയിനകത്ത് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ എന്തോ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടാക്കി. ലൈക്ക് ഇപ്പറ സൈഡില് ഒരു സൈഡില് നമുക്കൊരു എന്തോ ഷേപ്പ് ആണ്, അപ്പൊ അതിന്റെ എന്തുവാണോ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത് അത് നമുക്ക് അത് സൈഡിൽ കൊടുക്കാം. ഇപ്പം സർക്കിൾ അങ്ങനെ ബേസിക്കലി എന്തോ πr² എക്സിക്യൂട്ട് ചെയ്യും. സോ അത് നമുക്ക് വിഷ്വലി, അതാണ് ഞാൻ ബേസിക്കലി ഫസ്റ്റ് ആയിട്ട് പ്രോഗ്രാമിൽ വിഷ്വൽ ബേസിക്കിനകത്ത് സർക്കിൾ ഇങ്ങനെ വരയ്ക്കാം. അതെനിക്ക് അത് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, എനിക്ക് ചുമ്മാ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക അങ്ങനെ എന്താ ചെയ്താൽ മതി, അല്ലാതെ അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സോ അങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സിലോട്ട് ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ്. അത് കാരണമാണ് നമ്മളെല്ലാം എന്തോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എടുക്കാൻ ഡിസൈഡ് ചെയ്തത്. അതെ, ബിക്കോസ് നാച്ചുറലി നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷെ എനിക്ക് ആക്ച്വലി ഡിഫറൻസ് വന്നാൽ എനിക്ക് തോന്നുന്നു 10th വരെ എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്. എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഓർക്കുന്നതെന്ന് വെച്ചാൽ 11th ലും 12th ലും നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്. ലാസ്റ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മളൊരു പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ഇവാലുവേറ്റർ ബോർഡ് എക്സാമിൻ്റെ സമയത്ത് പ്രാക്ടിക്കൽ എക്സാമിന് നമ്മുടെ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. ആ പ്രൊജക്റ്റിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. വെച്ചാൽ നമ്മുടെ റെയിൽവേ സിസ്റ്റം ടിക്കറ്റിംഗ് സിസ്റ്റം നമ്മൾ C++ കോഡ് ചെയ്തെടുത്തു. അപ്പം ഇറ്റ്സൂടെ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ C++നകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഭയങ്കര ലിമിറ്റഡ് ആണ് എന്ന് വെച്ചാൽ വിഷ്വലി. അപ്പോൾ അതിനകത്ത് എന്നെ ഫാസിനേറ്റ് ചെയ്തത് ഈ ടിക്കറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഈ ട്രെയിൻ ഇങ്ങനെ പോകും. ട്രെയിൻ ഇങ്ങനെ നമ്മൾ ++ വെച്ച് ട്രെയിൻ വരച്ചിട്ട് ട്രെയിൻ ഇങ്ങനെ പോകും. എന്നിട്ട് നമ്മൾ പുറത്ത് ഇങ്ങനെ അതിൻ്റെ ആ പുകയില്ല, ആ പുകയുടെ അവിടെ അവിടെ ഇങ്ങനെ വരും റെയിൽവേ ബുക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് താഴെ. ഇത് എക്സൈറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഓർത്ത് ലൈക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് അങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് താല്പര്യം. ബിക്കോസ് എനിക്ക് ബാക്കിയൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇതേ ഒരു ലിമിറ്റഡ് നോളജ് ആയിരുന്നു. നമുക്ക് വലിയ ആക്സസ് പരിപാടി നമുക്ക് ഇച്ചിരി കുറവായിരുന്നു. ഇന്റർനെറ്റും കാരണമായിരിക്കും. എന്നാൽ ഡയലപ്പ് അതാ പ്രശ്നമായിരിക്കും. നമ്മളിങ്ങനെ കാർഡൊക്കെ വരച്ചിട്ട് കാർഡ് മേടിച്ചിട്ട് നമ്മൾ വരച്ചിട്ട് നമ്പറൊക്കെ എടുത്തിട്ട് അതെ. അപ്പം സോ ദാറ്റ് എറ വാസ് ഡിഫറെന്റ്. അപ്പൊ എപ്പോഴും ചെയ്യാനൊന്നും തെറ്റില്ല. പക്ഷെ എന്തായാലും എനിക്കൊന്ന് കോളേജിൽ അത് കാരണമായിരിക്കും നമ്മൾ എനിക്കൊന്ന് വന്ന് അങ്ങനെയാണ് നമ്മൾ 3 പേരും കണ്ടുപിടിച്ചത്. ബേസിക്കലി നമ്മള് ഫസ്റ്റ് ഐഡിയ ഇത് റിലേറ്റഡ് ആണ് PC അസംബ്ലി. PC അസംബ്ലി അതെനിക്ക് തോന്നുന്നു വന്നത് PC അസംബ്ലി. ഞാൻ ആ സമയത്ത് ഒരു പുതിയ PC മേടിച്ചായിരുന്നു. അപ്പം പാർട്സ് മേടിച്ച് അസംബിൾ ചെയ്യായിരുന്നു. അപ്പം എനിക്ക് അത് എവിടെ നിന്ന് കിട്ടി? ഇത് അല്ല, അത് ഇപ്പം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന PC എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങൾ വരും. എന്ന് വെച്ചാൽ നമ്മൾ RAM ഒക്കെ ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ RAM ആഡ് ചെയ്യണം, പിന്നെ സോഫ്റ്റ്വെയർ ചിലപ്പോൾ അത് ബൂട്ട് ചെയ്യത്തില്ല. അപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ സർവീസ് സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്ന് സർവീസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഞാനിത് കാണുന്നുണ്ട്, ലൈക്ക് ഇത് സാധനങ്ങൾ പുള്ളി അഴിക്കുന്നു വെക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് ബേസിക്കലി മദർ ബോർഡ് ഉണ്ട്, അതിനകത്തോട്ട് നമ്മൾ ആ സാധനങ്ങൾ ആഡ് ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ മേ ബി ഇത് നമുക്ക് ചെയ്യാനിരിക്കും. പിന്നെ കോളേജിലായപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇന്റർനെറ്റ് കുറച്ചുകൂടെ ആക്സസിബിൾ ആയി. അപ്പം നമ്മൾ നോക്കി കണ്ടു പഠിച്ചു അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് അസംബിൾ ചെയ്ത് കഴിഞ്ഞു. സക്സസ്ഫുൾ ഹീറ്റിംഗ് ഒക്കെ വെച്ച് അത് CPU തന്നെ ഉള്ള CPU ഐ മീൻ ചിപ്പ്. മറ്റേ ഹീറ്റിംഗ് സാധനം ചെയ്യണ കാര്യമില്ലായിരുന്നു. അപ്പൊ അതായിരിക്കും. യെസ്, അതിലായിരുന്നു ഞങ്ങൾ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് വെച്ചാണ് ഞങ്ങൾ ഫുൾ സ്റ്റാർട്ട് തുടങ്ങിയത്.
നമ്മള് ഭയങ്കര ഡമ്പായിരുന്നു. ബിക്കോസ് നമ്മളോർത്ത് ഓക്കെ ഇത് വേറെ ആർക്കും ഈ ഐഡിയ തോന്നിട്ടില്ല, നമുക്ക് നോവൽ ഐഡിയ ആണ്. ഭയങ്കര ശരിയായിരുന്നു. നമ്മൾ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ലൈക്ക് നമ്മൾ ഡിസൈഡ് ചെയ്തു ലൈക്ക് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ കൊടുക്കും, അതിനകത്ത് നമ്മൾ ആ UI കാണിക്കും ഇവർക്ക് എന്ത് വേണം അസംബിൾ ചെയ്യാൻ. ലൈക്ക് ദാറ്റ് വാസ് ദ മേജർ എയിം. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബാക്കി ഈ വീട്ടിലോട്ട് വരുന്നതിനെക്കാട്ടിലും ആൾക്കാർക്ക് അവിടെ ഇരുന്ന് തന്നെ സോൾവ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയായിരുന്നു. പക്ഷെ ബേസിക്കലി ഐഡിയ വാലിഡ് ആണ്. അന്നും ലൈക്ക് അത് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്ത കമ്പനീസ് ഉണ്ട്, ഇന്നും ലൈക്ക് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്ത കമ്പനീസ് ഉണ്ട്. എനിക്ക് ഇന്നിപ്പോ അതിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡൊമൈൻ ഇപ്പോഴാവുന്ന കത്തി. നമ്മളിപ്പോ ബാക്കിയുള്ള സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്യാൻ നേരത്ത് ഈ IT മാനേജ്മെന്റ് ആ ഒരു സെഗ്മെന്റിലായിരുന്നേനെ നമ്മള്. പക്ഷെ അന്നത് കത്തിയില്ല, അന്നത് ചുമ്മാ ചെയ്യാൻ വേണ്ടി. അത് പക്ഷേ നമ്മൾ വയർ ഫ്രെയിം വരെ ഒക്കെ ചെയ്തോളൂ. നമ്മൾ ആക്ച്വലി കോഡും ഡെവലപ്പ് ഒന്നും ചെയ്തില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. മേ ബി വയർ ഫ്രെയിം ഒന്ന് ഡിഫൈൻ ചെയ്യും. വരച്ചു എന്നുവെച്ചാൽ നമ്മള് ബുക്കിനകത്ത് വരച്ചു. ഫ്ലോസ് ഒക്കെ ഡിസൈഡ് ചെയ്തു, ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് എന്നുള്ള ഡിസിഷൻ എടുത്തു. അത്രയും വരെ ഞങ്ങള് ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് എനിക്ക് തോന്നുന്നു അല്ല അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അത് വെച്ച് നമ്മള് മറ്റേ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എനിക്ക് തോന്നുന്നു മറ്റേ യങ് ഇന്നോവേറ്റേഴ്സ് ചാലഞ്ച് അന്ന് ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അതിനെനിക്ക് തോന്നുന്നു നമ്മള് ഈ ഐഡിയ വെച്ചാ രജിസ്റ്റർ ചെയ്ത് എന്നിട്ട് നമുക്ക് നമ്മളോർത്ത് സെലക്ഷൻ കിട്ടത്തില്ല. പക്ഷെ ഞങ്ങൾ നമ്മളെല്ലാരും ഇച്ചിരി അത് കിട്ടിയാ എന്ത് ചെയ്യും, ഞങ്ങൾ അങ്ങനെയായിരുന്നു. എന്ത് കിട്ടിയാൽ അപ്പൊ ദാറ്റ് വാസ് ദ ഐ തിങ്ക് അതൊരു എൻട്രി പോയിന്റ് പോലെ അല്ലേ. നമ്മൾ അവിടെ പോയിട്ട് കാണിച്ച അരവിന്ദനെ കയറാൻ പറ്റിയില്ല. 3 പേരുണ്ട്, പക്ഷെ 2 ടിക്കറ്റേ ഉള്ളൂ. അതെ, അവിടെ ചെന്നിട്ട് അങ്ങനെ പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എനിക്കൊന്ന് ഒരു ഡിഫറെന്റ് എക്സ്പോഷർ പോലെ. അത് കഴിഞ്ഞാണ് നമ്മുടെ അത് കഴിഞ്ഞ് എന്തുവായിരുന്നു നെക്സ്റ്റ് ഐഡിയ? എനിക്ക് തോന്നുന്നു മറ്റേ ഡേറ്റ ട്രാൻസ്ഫർ വയ ലേസർ. അജോ സ്കൂളുകാരോട് ചെയ്തിട്ട് പറഞ്ഞേ അതെ സത്യം. സോ അത് ചെയ്തു. സോ നമ്മൾ എന്തായിരുന്നു സ്കൂളില് മറ്റേ സയൻസ് എക്സിബിഷൻ ഉണ്ട് നമ്മുടെ സ്കൂളിൽ. അപ്പം പല ആൾക്കാരും മറ്റേ ഇറിഗേഷൻ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നപ്പം നമ്മള് ഒരു എനിക്ക് തോന്നുന്നു അന്നേരം നമുക്കൊരു സീനിയർ നമ്മളോട് പറഞ്ഞു ഇങ്ങനൊരു ലേസറിൽ കൂടെ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതിനൊരു സയൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മള് ജസ്റ്റ് ഓഡിയോ കണക്ട് ചെയ്യുന്നു, ഓഡിയോ പ്ലേ ചെയ്യുന്നു, അത് ലേസറിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്ത് എന്ന് വെച്ചാൽ നമ്മളൊരു പോയിന്റ് കൊടുക്കണം, പോയിന്റ് ആയിരിക്കണം. അതിനെ ബ്ലോക്ക് ചെയ്താൽ അത് പോസ്റ്റ് ആവും, മാറ്റുമ്പോൾ അത് അവിടെ നിന്ന് പിന്നെയും പ്ലേ ചെയ്യാം. സോ ദാറ്റ് 12th അത് ഭയങ്കര ഫാൻസി ആയിരുന്നു. അപ്പൊ നമ്മള് ഞാൻ ഇങ്ങനെ ഓർത്ത് ഇത് ഡെവലപ്പ് ചെയ്യാം. എനിക്ക് നമ്മള് ബേസിക്കലി റാസ്ബെറി പൈ മേടിച്ചു. നമ്മൾ ആ സമയത്ത് പൈത്തനൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. പൈത്തന് ശരി, അതും കീപ്പ് ചെയ്യാൻ പഠിക്കും. അല്ല അങ്ങനെയല്ല. നമ്മൾ എനിക്ക് റാസ്ബെറി പൈ വന്നപ്പം ആ ഒരു നീഡ് വന്നു. ബേസിക്കലി പൈത്തൺ വെച്ചല്ലേ അത് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു കാരണം CPP-യില് ഇച്ചിരി കുറച്ച് ടൈപ്സും അത് പിന്നെ പഠിക്കാൻ ഇച്ചിരി ഇംഗ്ലീഷ് ലൈക്ക് അല്ലായിരുന്നു. ബേസിക്കലി നമ്മള് സിംപ്ലിസിറ്റി മറ്റേതിനകത്താണെങ്കിൽ ബ്രാക്കറ്റ്സ് ഒന്നും ഇല്ലല്ലോ പൈത്തണിനകത്ത്, ചുമ്മാ എഴുതിയാൽ മതി, ഇച്ചിരൂടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു ആണ്. സോ അതാണ് തോന്നുന്നത് എനിക്ക് ലൈക്ക് ചൂസ് ചെയ്തത്. പക്ഷെ നമ്മൾ പിച്ച് ചെയ്തത് കുറെ ഒത്തിരി ഫംഗ്ഷൻസ് കോൺഫറൻസ് ലൈക്ക് അത് എന്തോ ഒരു നമ്മുടെ ഒരു ലക്കിനത് ഐ തിങ്ക് വൺ ഓഫ് ദ മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിനെ ബാക്ക് ചെയ്ത കുറെ സയൻസസ് ഉണ്ട്. അത് പ്രൂവൺ സാധനങ്ങളാണ്, നമ്മൾ അന്ന് കുറെ വായിക്കുകയും ചെയ്തു. മേ ബി അത് പ്രൂവൺ ആണ്. ബേസിക്കലി സ്റ്റാർലിങ് ഒക്കെ ഇപ്പൊ വർക്ക് അത് തന്നെ അതാ. ബിക്കോസ് അന്ന് കുറെ കാരണം എല്ലാവരും എന്ന് വെച്ചാൽ അതിന്റെ ബെഞ്ച് മാർക്കിങ്സും ഫസ്റ്റ് വന്നപ്പോൾ ഇത്ര ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ, പിന്നെ പോയിന്റ് ടു പോയിന്റ് ഒരു ഡിഫക്റ്റ് ആണല്ലോ, എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിനെ ഓവർകം ചെയ്തു, അത് അവർ ശരിയാക്കി. സോ എനിക്ക് തോന്നുന്നു അത് കാരണം
people found that there is a ഇൻട്രസ്റ്റിംഗ് ഐഡിയ, ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. അതാണ് മേജർ അഡ്വാൻറ്റേജ് കോളേജിൽ. എനിക്ക് തോന്നുന്നു ലൈക്ക് ഫ്രീ ടു ട്രൈ ഔട്ട് എനിത്തിങ്. എക്സാക്ട്ലി ഫ്രീ ആണ്. കറക്റ്റ്. കോളേജിൽ എനിക്ക് നമ്മളൊരു ഒരു മെന്റർ എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയത് എനിക്കൊന്ന് കോളേജിൽ നിന്നാണ്. ബിക്കോസ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ചില സാധനങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ലൈക്ക് ഓക്കെ, ഇത് ഇങ്ങനെ പറ്റും, ഇതൊരു പോസിബിലിറ്റി ആണ്. അതാണ് കോളേജ് എനിക്ക് തോന്നുന്നു ആ ഒരു സ്പേസ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ വെറി ചെയ്യാനൊന്നും നമുക്കില്ല. ആ ഒരു 4 years അന്ന് പലരും നമ്മളോട് പറഞ്ഞു ഈ 4 years ഇനി തിരിച്ചു കിട്ടുന്നില്ല. അല്ലപ്പോ നിന്റെ തോന്നുന്നത് ലൈക്ക് 4 years അവിടെ സ്പെൻഡ് ചെയ്തത് is it a good thing or bad thing? What do you think about that? Of course a good thing. Like ഇപ്പം ഒരു ആൾ വന്ന് ചോദിക്കുക should I go for a degree now? അത് വേണോ? Yeah, I think so. Because ഞാൻ പറയാം, അതിന്റെ റീസൺ ഞാൻ പറയാം. ബിക്കോസ് ആ 4 years ലൈക്ക് നമ്മൾ ഫ്രീ ആണ്, നമുക്ക് ലൈക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്തോ വേണമെങ്കിൽ. ഞാൻ ബേസിക്കലി കൺസിഡർ ചെയ്യുന്ന ഡിഗ്രി അല്ല, നമുക്ക് 4 years കൂടെ ഫിഗർ ഔട്ട് ചെയ്യാം നമ്മൾ എന്തോ ചെയ്യേണ്ടത്, നമുക്ക് എന്തോ ഇഷ്ടം. ലൈക്ക് നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബിടെക് കഴിഞ്ഞിട്ട് ഒരു ഫിലിം ഡയറക്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്, അടുത്ത മേ ബി നെക്സ്റ്റ് ഫേസ് ഓഫ് എഞ്ചിനീയറിംഗിന് പോകുന്ന ആൾക്കാരുണ്ട്. ബേസിക്കലി അവർ എന്ത് ചെയ്യുന്ന അവർ ഫിഗർ ഔട്ട് ചെയ്യുവാണ് എന്തുവാ അവർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ അത് 4 years ഒരു ഡിഗ്രി സ്പെൻഡ് ചെയ്യാതെ വേണം ചെയ്യാം. പക്ഷെ ഡിഗ്രി നമ്മളെ ഫോഴ്സ് ചെയ്യും. ബിക്കോസ് അവിടെ ആയിരിക്കും നമ്മൾ ചിലരെ കണ്ടുമുട്ടുന്നത്. അതെ, നമ്മൾ തന്നെ ലൈക്ക് ആ ഒരു ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ പറ്റും. ഇപ്പത്തെ സ്ഥിതിയിൽ ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. ഡിഗ്രി വേണോന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്, അതൊരു ഫ്രീ വിൽ പോലെയാണ്. പക്ഷെ നമ്മളെ പോലെ ഇങ്ങനെ ഒരു ബോണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. വാട്ട് ഇസ് കോംപ്ലിമെന്റിങ്. പല ആൾക്കാർക്കും പല രീതിയിലുള്ള ടാലന്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ഇച്ചിരി കൂടെ കിട്ടുന്നതും ബോണ്ടിങ് വരുന്നതും പോകുമ്പോൾ. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. നമ്മൾ അതൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇപ്പത്തെ എല്ലാം മാറി വരുന്നുണ്ട്. നമ്മൾ പഠിച്ച സമയത്ത് സിലബസ് വെരി ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. അല്ല, KT വന്നപ്പം every year a new programming language അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ അവര് പറഞ്ഞായിരുന്നു. പിന്നെ ബ്രേക്ക് എടുക്കാൻ അത് എനിക്ക് തോന്നുന്നു അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇറ്റ്സ് സ്റ്റിൽ നോട്ട് അപ്ഡേറ്റഡ് എന്നാണ്. നമ്മളെക്കാട്ടിലും മച്ച് ബെറ്റർ ഡെഫിനറ്റ്ലി അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ നോട്ട് അപ് ടു ലൈക്ക് അതാ നമ്മള് പുറത്തോട്ട് ഇറങ്ങുമ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. നമ്മൾ വൺസ് കമ്പനിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാന്ന് ജോലി ചെയ്യാൻ നേരത്താണ് നമുക്ക് മനസ്സിലായ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങള് നോട്ട് അല്ല, നമുക്ക് അത് ഭയങ്കര സബ്ജക്റ്റീവ് ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഡൊമൈൻ പോലെ ഇരിക്കും, അത് യൂസ് ചെയ്യണോ വേണ്ടയോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡേറ്റാബേസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഓഫ് കോഴ്സ് നമുക്ക് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ഒക്കെ വേണം, നമുക്ക് അറിയണം. ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു B3 ഇൻഡെക്സ് എന്തുകൊണ്ടാണ് എഫിഷ്യന്റ്. അതെ, പക്ഷേ ഈ പറഞ്ഞ B3 ആണെങ്കിലും നമ്മള് ആദ്യം പഠിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ആറും പറഞ്ഞ പോലെ ആണെങ്കിലും ഡേറ്റ സ്ട്രക്ചർ ഇപ്പൊ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇറ്റ്സ് നോട്ട് അതൊരു കംപ്ലീറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നുവെച്ചാൽ അത് മേ ബി ഇറ്റ്സ് ലൈക്ക് നമ്മൾ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടേ ഇല്ല, ക്ലാസ്സിന് നമ്മൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല മോസ്റ്റ്ലി. അതുകൊണ്ടായിരിക്കും നമുക്ക് അതിനുള്ള സീരിയസ്നെസ്സും നമുക്ക് അതിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യാം. മേ ബി നമ്മളത് റിലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നില്ല. മേ ബി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളോട് പറയാം ഗൂഗിൾ മാപ്സ് വർക്ക് ചെയ്യുന്ന ഡൈസ്റ്റ് അൽഗോരിതമാണ്, ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്ന ഈ അൽഗോരിതമാണ്. അപ്പൊ മേ ബി നമുക്ക് കുറച്ചുകൂടെ കണക്ട് ആവും. നമ്മൾ കുറച്ച് അൽഗോരിതംസ് പഠിക്കുന്നു, നമ്മളിങ്ങനെ ഇംപ്ലിമെന്റേഷൻ പഠിക്കുന്നു. കറക്റ്റ്. നമ്മൾ എന്തിനാ ഡിഫറൻസ് വോട്ടിംഗ് അൽഗോരിതം പഠിക്കുന്നത് അതെന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷേ ഗ്രാഫ് അൽഗോരിതംസ് ഒക്കെ യൂസ്ഫുൾ ആണ്. അത് ശരി. ആ മെത്തഡോളജി ആണ് എനിക്ക് തോന്നുന്നു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിന് ഇത് ഞാൻ എന്തുകൊണ്ട് പഠിക്കുന്നു എന്നുള്ള ഒരു കണക്ഷൻ. അതുകൊണ്ടായിരിക്കും നമ്മൾ മിക്കവാറും ഉള്ളവരെല്ലാം ഉറങ്ങുന്നതും ഈ സബ്ജക്റ്റിനെല്ലാം നമുക്ക് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. മേ ബി യൂസ്ഫുൾ, അത് ഒട്ടും യൂസ്ഫുൾ അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് യൂസ്ഫുൾ ആണ് നമ്മൾ ചില കാര്യങ്ങളോട് ചെയ്യുന്നത്. പക്ഷെ
അത് ശരിയാ. ലൈക്ക് ഇപ്പം തന്നെയാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണെങ്കിലും ഡേറ്റ സ്ട്രക്ചേഴ്സും അൽഗോറിതംസും എല്ലാ പ്ലേസിലും അത് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നെസസറി. പക്ഷെ അതാണ് പ്രശ്നം. എന്താ വെച്ചാൽ ഇവർ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കേൾക്കാൻ പോകുന്ന വ്യൂവേഴ്സിലാണെങ്കിലും കുറേ പേര് ലീഡ് കോഡും പ്രാക്ടീസ് ചെയ്ത് 400 ക്വസ്റ്റ്യൻസും 500 ക്വസ്റ്റ്യൻസും. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കമ്പനി കിട്ടും. ലൈക്ക് യു മൈറ്റ് ബി ക്രാക്കിംഗ് ദ കമ്പനി, ബട്ട് സംടൈംസ് യു വിൽ ഹാവ് ടു ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു തിങ്ക് ചെയ്യണം ലൈക്ക് ഇത് ആക്ച്വലി മനസ്സിലാക്കിയാണോ. പക്ഷെ പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ കമ്പനി സബ്ജക്ട് നമ്മള് അത്ര ഇൻഡെപ്ത് അറിയണമെന്നില്ല. പാക്കേജ് അബ്സ്ട്രാക്ട് ആയിരിക്കും. നമ്മളിത് അറിയേണ്ട ആവശ്യമില്ല. ശരിയാണ്. ബേസിക്കലി നമ്മൾ ഇന്റർവ്യൂ ട്രാക്കാൻ വേണ്ടി പഠിക്കുന്ന പോലെ അതാ ഇപ്പം എനിക്ക് അതാ കൊറേ എനിക്ക് തോന്നുന്നു നമ്മൾ പഠിച്ചപ്പം റിസോഴ്സസിന് ഭയങ്കര കുറവായിരുന്നു. എക്സ്പോഷർ കുറച്ചുകൂടെ കുറവായിരുന്നു. അതാ എക്സ്പോഷർ കുറവായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാം ഒരു ഡോക്യുമെന്റഡ് അപ്രോച്ച് ആയിരുന്നു. അപ്പൊ നമ്മള് വി വർ ഫോഴ്സ് ടു എന്തുവാ ഗോ ത്രൂ ഡോക്സ്. ചില ഡോക്സ് ഒക്കെ വായിച്ചാൽ എനിക്ക് ടെക്നിക്കലി ചില ഫസ്റ്റ് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാകത്തില്ല. ഞാനൊരു വീഡിയോ കണ്ട് പിന്നെ ഇവര് അജോ പിന്നെ ഡീബഗ് ചെയ്യുന്നത് എറർ മെസ്സേജ് അങ്ങനല്ല. എന്റെ രീതിയിൽ അതെനിക്ക് പ്രോപ്പർ അല്ലായിരുന്നു. എനിക്ക് ആ എറർ തന്നത് തന്നെ അതായിരുന്നു ഇവരെപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല പക്ഷെ ഞാൻ ടെക്നിക്കലി പറഞ്ഞ എനിക്ക് തോന്നുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇന്റർവ്യൂ അങ്ങനെ പഠിക്കുമ്പം അതിൻ്റെ കുറെ ട്രേഡ് ഓഫ്സ് അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസസ് കാണുന്നത് നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്താണ്. ബിക്കോസ് നമ്മുടെ ബ്രെയിനിന് നമ്മൾക്ക് അത് രജിസ്റ്റർ ആയില്ല. സോ ബിക്കോസ് ഓഫ് വിച്ച് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല, പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എനിക്കിപ്പോൾ തോന്നുന്നത് നിങ്ങൾ 400 ക്വസ്റ്റ്യൻസും 500 ക്വസ്റ്റ്യൻസും പഠിക്കാതെ ഒരു യൂസ് കേസ് വെച്ച് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിക്കോസ് ഇന്ന് റീസെന്റ് നീ അല്ലായിരുന്നു മറ്റേ ക്വസ്റ്റ്യൻ നിന്നോട് മറ്റേ ആ കോളംസിന്റെ ലൈക്ക് ബേസിക്കലി നമ്മള് അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഫീൽഡ് വന്നാൽ നമ്മൾ കോഡ് ചേഞ്ച് ചെയ്യാതെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അതിന്റെ ഒരു ട്രീ ആയിരുന്നു അതിന്റെ സൊല്യൂഷൻ. എനിക്ക് അതിന്റെ മനസ്സിലായില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് നമ്മൾ ആ കോൺസെപ്റ്റ് നമുക്ക് കത്താത്തോണ്ട് നമുക്ക് ആ അൽഗോറിതമിക് ഡേറ്റ സ്ട്രക്ചർ ആ അപ്രോച്ച് വരുന്നില്ല. ആ ഇന്റർവ്യൂവിൽ അത് പഠിച്ചുകൊണ്ട് എനിക്ക് ലേറ്റർ ആ ഒരു ആസ്പെക്ട് എനിക്ക് വർക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ഈസി ടു പിക്കപ്പ്, ഈസി ടു ഇംപ്ലിമെന്റ് ആയി. ശരി, അതൊരു കറക്റ്റ് സംഭവമാണ്. എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഈ മറ്റേ ഡേറ്റ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു CTF ഒക്കെ അപ്പം അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു നമ്മുടെ മെന്റർ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളും ആണ്. നമ്മൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഒരു ഗുഡ് മെന്ററിനെ കിട്ടുന്നത് തന്നെ ഒരു ലക്കായിരുന്നു. നമുക്ക് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ലക്കാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യണം തോന്നുകയും ചെയ്യും. എല്ലാവർക്കും അങ്ങനെ കാണണമെന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു നമ്മുടെ ഒരു സെക്യൂരിറ്റി. എനിക്ക് തോന്നുന്നു സെക്യൂരിറ്റി നമ്മൾ ബേസിക്കലി നമ്മൾ അത്രയും എക്സ്പോസ്ഡ് അല്ലായിരുന്നു. സെക്യൂരിറ്റി ആ ക്യാപ്ചർ ദ ഫ്ലാഗ് അടിപൊളി ഒരു ഇവന്റ് ആയിരുന്നു. കുറെ ഫോറൻസിക് ക്യാപ്ചർ ദ ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടു give an idea, നമുക്ക് ഓരോ ചാലഞ്ചസ് കാണും. അപ്പോൾ നമ്മൾ ഓരോ ചാലഞ്ചസ് സോൾവ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കൊരു കോഡ് കിട്ടുന്നത്. ആ കോഡാണ് ബേസിക്കലി ഫ്ലാഗ്. അതാണ് ക്യാപ്ചർ ദ ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലെവൽ അതിപ്പം നമ്മൾ ഓരോ ലെവലിലും ഓരോ ക്വസ്റ്റൻ ആയിരിക്കും. ഓരോ ലെവലിലും ഓരോ കീ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഫ്ലാഗ് നമുക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ ഫ്ലാഗ് കളക്ട് ചെയ്യുന്നൊരു ജയിക്കും. ബേസിക്കലി ടെക്നിക്കലി ലൈക്ക് ചിലപ്പോൾ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്തായിരിക്കും അത് കിടക്കുന്നത്. നമ്മൾ എങ്ങനെ അത് ക്രാക്ക് ചെയ്തെടുക്കും, അങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. റിയൽ ടൈം ആയിട്ട് ലീഡർ ബോർഡ് അങ്ങനെ കാണും നമ്മൾ എല്ലാവരും കോമ്പീറ്റ് ചെയ്ത്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു മറ്റേ ആ ക്രിപ്റ്റോഗ്രാഫിക് അല്ലേ, ക്രിപ്റ്റോഗ്രാഫി ആണോ ഫോറൻസിക് ആണോ എന്ന് വെച്ചാൽ ലിനക്സ് സിസ്റ്റത്തിനകത്ത് പോയി കുറെ ഫയൽസ് കാണാം. എന്നിട്ട് നമ്മളത് കറക്റ്റായിട്ട് പാർസ് ചെയ്യണം. നല്ല ഒരു ഇൻട്രസ്റ്റ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ബേസിക്കലി എന്തോ നമ്മുടെ നീ ഏതാണ്ട് സോൾവ് ചെയ്തില്ലായിരുന്നു. ഹാരി പോട്ടർ അതൊരു നല്ലൊരു എക്സ്പോസ്ഡ് ഒരു ഇവന്റ് ആയിരുന്നു. അത് അമൃത അല്ലേ
അതെ അമൃത് അതെ. അന്നും ഭയങ്കര ഒരു മാസ്റ്റേഴ്സ് എംടെക് സ്റ്റുഡൻസ് ആയിരുന്നു ഓർഗനൈസ് ചെയ്തത്. അവരെനിക്ക് നല്ല ഫോം, അത്യാവശ്യം നല്ല ഒരു Event ആയിരുന്നു. പവർഫുൾ ടീം ഉണ്ടായിരുന്നു. നല്ല ഓർഗനൈസ്ഡ് ഇവന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റേ സെക്യൂരിറ്റി കോൺഫറൻസിന് പോയത്. അത് അറിഞ്ഞുണ്ടായിരുന്നു. അതിലാണ് നമ്മള് കുറച്ചുകൂടെ ഒരു അന്നാണ് മറ്റേ രാഹുൽ ശശി കാണുന്നത്. ബേസിക്കലി നമ്മളെ ഒരു ക്ലൗഡ് സെക് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പൊ റൺ ചെയ്യുന്നു. ഇൻട്രസ്റ്റിംഗ് ടോക്സ് ലൈക്ക് റിയൽ ടൈമിൽ നമ്മൾ അവർ കാണിച്ച് ഡെമോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവര് നമുക്കത് പറയാൻ പറ്റത്തില്ല തോന്നുന്നു. അത് ബേസിക്കലി ഒരു ഗവൺമെന്റ് റിലേറ്റഡ് സാധനം അവർ ചെയ്തതൊക്കെ അവർ കാണിച്ചായിരുന്നു. അൺഎത്തിക്കൽ അല്ല, എത്തിക്കൽ ഒരു സാധനം. അതൊക്കെയാണ് നമുക്കൊരു ക്യൂരിയോസിറ്റി പിന്നെ ഡ്രൈവ് ചെയ്യുന്നത്. ശരിയാ, ഇവരെങ്ങനെ ഇത് ചെയ്തു. എനിക്കൊന്ന് ആന്റോ എന്ന് പറഞ്ഞൊരു പുള്ളിയും കൂടെ ഉണ്ട്. ആന്റോ അല്ല, അജിൻ എബ്രഹാം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് ആന്റോ ഉണ്ടായിരുന്നു. ലൈക്ക് മോബി അല്ലല്ല, മോബി എന്താ ഒരു സെക്യൂരിറ്റി മോബി ഡോക്കർ ആണോ? ലൈക്ക് എനിക്ക് തോന്നുന്നു അജിൻ എബ്രഹാമിന്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു, മൊബൈൽ സെക്യൂരിറ്റി, മോബ്സെക് അത് തന്നെ. സോ അത് അത്യാവശ്യം പോപ്പുലർ ആയിരുന്നു. അതൊക്കെ നമുക്ക് അപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു കോണ്ടെക്സ്റ്റും ഇങ്ങനെയും നമുക്ക് ചെയ്യാം, പല കോൺട്രിബ്യൂട്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത് തന്നെ നമ്മൾ ഇവരുടെ കയ്യിൽ കേട്ട്. പിന്നെ എനിക്കൊന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആൻറ്റോടെ അതായിരുന്നു. പുള്ളി മൊത്തം റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് ലൈക്ക് ഹൗ ക്യാൻ യുനോ ട്രേസ് ബാക്ക്, അതെങ്ങനെ കണ്ടുപിടിക്കാം. സോ ദാറ്റ് വാസ് ഐ തിങ്ക് അതും ഈ ഇവൻറ്റ്സ് ഒക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ആ മെൻറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. എനിക്കൊന്ന് ഗ്രാജുവലി ആ ഒരു ഫീൽഡിലോട്ട് വന്നു. എനിക്കൊന്ന് ഞങ്ങളുടെ കോളേജിൽ ഇന്റേൺഷിപ്പ് നമ്മുടെ സമയത്ത് we don't know anyone did any internship like in a tech company അല്ലേ? എനിക്ക് അതും മെൻറ്റർ ഐ തിങ്ക് ഈ ക്രാക്ക് Adobe and ഐ തിങ്ക് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. സോ ഞാനിപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പം ലൈക്ക് കോളേജ് സ്റ്റുഡൻസിന് ഇപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാലും ഇന്റേൺഷിപ്സ് മാക്സിമം ഗ്രാബ് ചെയ്ത് ഇൻഡസ്ട്രി എക്സ്പോഷർ. കറക്റ്റ്. ബേസിക്കലി നമ്മൾ ക്യാച്ചപ്പ് ചെയ്യണം എന്തോ ആക്ച്വലി നടക്കുന്നത്. നമ്മൾ ബേസിക്കലി എംപ്ലോയബിൾ ആണെന്ന് ഇപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് തന്നെ ഏജ് ഓഫ് AI ആ ഒരു എറ. അതല്ല, നമുക്കിപ്പം കോളേജിലാണ് മിനി പ്രോജക്ട്, മെയിൻ പ്രോജക്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിലും നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് അത് പറഞ്ഞപ്പോഴാണ് മിനി പ്രോജക്റ്റ്. ശരിയാണ്, മിനി പ്രോജക്റ്റിലാണ് എനിക്ക് തോന്നുന്നു വെബ് ടെക്നോളജീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. PHP അതല്ലേ? നീ പൈത്തൺ ആണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. നീ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്തല്ലോ, PHP നീ ഹെൽപ്പ് എല്ലാരെയും ഹെൽപ്പ് ചെയ്തത്. അല്ല ആക്ച്വലി എനിക്ക് തോന്നുന്ന പൈത്തൺ ആയിരുന്നു തോന്നുന്നു. പൈത്തണിലാ ചെയ്തത്. ഓക്കെ. നമ്മൾ അത്രയ്ക്ക് എനിക്ക് ആ സമയത്തും ഞാൻ ഇപ്പോഴും ബിഗിനറാണ്. അപ്പം ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത പ്രോജക്റ്റിൽ ഡൂ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഒൺലി തിങ് ഞാൻ ഓർക്കുന്നത് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഇച്ചിരൂടെ സംതിങ് ഡിഫറെൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ലൈക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ യു വിൽ ഗെയിൻ സംതിങ്. അതുകൊണ്ട് അജോടെ മെന്റർ HOD ആയിരുന്നു. വേറെ ആർക്കും അജോടെ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നുമല്ല. ലൈക്ക് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് ലൈക്ക് അഡ്വൈസ് പോലെ അല്ല എന്ന് വെച്ചാൽ ലൈക്ക് സംതിങ് ഇഫ് യു ഡൂ സംതിങ് ഡിഫറെൻറ്റ് വേറൊരു പാത്ത് വേ കൂടെ. ഇപ്പം AI ഏജ് ആണെങ്കിൽ പോലും ആൾക്കാർക്ക് ഇപ്പോൾ പേടിയാകാൻ തുടങ്ങി. അത് ശരിയാ. പക്ഷെ എല്ലാവർക്കും ആ ഒരു എന്താ പറയുന്നത് ഓപ്പർച്യൂണിറ്റി ഇല്ല. ചിലരത് ഗെറ്റ് ത്രൂ ചെയ്യാനാണ് നോക്കുന്നത്. ത്രൂ കോളേജ് ഐ എം ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഡൂ മ്യൂസിക്കിനകത്ത് അപ്പോൾ ഡൂ മ്യൂസിക് ബേസിക്കലി ഒരു റെക്കോർഡിംഗ് പോലെ, ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോലെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഞാൻ ബേസിക്കലി എഡിറ്റിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ വെബ് ബേസ്ഡ് ഓഡിയോ റെക്കോർഡിംഗ് ആൻഡ് നമ്മൾ പിച്ചൊക്കെ
ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഓപ്പൺ സോഴ്സ് ആണ് യൂസ് ചെയ്തത് അതിൻ്റെ ഡ്രം ബീറ്റ്സ്. സോ അന്ന് നമ്മൾ ഈ നമ്മുടെ വെബിനകത്ത് ഫ്രീ ഓഡിയോ ഇതുണ്ട്, ഓഡിയോ റെക്കോർഡർ ഉണ്ട്, ഓഡിയോ റെക്കോർഡർ ഉണ്ട്. അതല്ലാതെ വെബ് APIs ഫോർ ഓഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ട്യൂൺ ചെയ്യാം, നമുക്ക് ബീറ്റ്സ് ഇടാം. അപ്പം ഞാനിങ്ങനെ ഡ്രംസിൻ്റെ ബീറ്റ്സും ഇറ്റ് വാസ് ക്യൂറിയസ് അന്ന്. പക്ഷേ അന്നാണ് നമ്മൾ ഗിറ്റ്ഹബും ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എനിക്കൊന്ന് ഇച്ചിരൂടെ എക്സ്പോസ് ആക്കിയിട്ട്. ഗിറ്റ്ഹബ് ഇസ് ബേസിക്കലി ലൈക്ക് നമ്മുടെ ഈ കോഡൊക്കെ സേവ് ചെയ്ത് ഇൻ ലേമാൻ ടേംസിൽ കോഡൊക്കെ നമുക്ക് സേവ് ചെയ്ത് ഇടാം ഗിറ്റ്ഹബിൽ. പിന്നെ എല്ലാ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു ട്രാക്കിംഗ് പോലെ നമുക്കുണ്ടാവും. എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് വെൻ ഗിറ്റ്ഹബിൽ അതെനിക്ക് തോന്നുന്നു അതെനിക്ക് തോന്നുന്നു മിനി പ്രോജക്റ്റിൽ നമ്മൾ മിനി പ്രോജക്റ്റ് വലിയ ഞാൻ ഗിറ്റബ് ഒന്നും യൂസ് ചെയ്തില്ല, ഞങ്ങൾ കോപ്പി പേസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു. അതെ ഗിറ്റബ് ഒക്കെ മെയിൻ പ്രോജക്റ്റ് ആയപ്പോഴാണ് ഇച്ചിരൂടെ ഫെമിലിയർ ആയ. ഓക്കെ ഞാൻ പിന്നെ ഈ ഓപ്പൺ സോഴ്സ് സാധനങ്ങളും ക്ലോൺ ചെയ്യാനും പുൾ ചെയ്യാനും പുഷ് ചെയ്യാനും ഒക്കെ ഇത് പഠിക്കണമായിരുന്നു, എന്നാലേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം ഗിറ്റബിലോട്ട് ഇട്ടു. പക്ഷെ അന്ന് കുറെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഫുൾ സാധനം എടുത്തിട്ടു കുറെ കാര്യങ്ങളാണ് ലൈക്ക്. ബട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഗിറ്റബിനകത്ത് കിടപ്പുണ്ട് അത്. എന്റെ പ്രോജക്റ്റ് പ്രൈവറ്റ് ആണോ? അല്ലല്ല, പബ്ലിക്. ശരിയാ, പിന്നെ വരുന്നുണ്ടല്ലോ. നമ്മൾ കോഡ് വിറ്റ എപ്പോഴാ ചെയ്തത്? 2 times ഇല്ലായിരുന്നു. 2 times ശരിയാ. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ടൈം നമ്മൾ ക്ലിയർ ചെയ്തു, നമ്മൾ എലിജിബിൾ അല്ല ഇന്റർവ്യൂവിന്. സെക്കൻഡ് ടൈം ഇതായപ്പോഴാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് ടൈം ഞാൻ ടീം, അത് ഞങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നു ടീം. നമ്മൾ രണ്ട് പ്രാവശ്യം അറ്റൻഡ് ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. അത് നല്ലതായിരുന്നു ഒരു എക്സ്പീരിയൻസ്. അന്ന് നമ്മള് കോഡിങ് കോമ്പറ്റേറ്റീവ് കോഡിങ് ഞാൻ ഭയങ്കര വീക്കായിരുന്നു. എന്റെ ദൈവമേ, ലൈക്ക് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് ഒരു സ്കില്ല് ഒരു ഡിഫറെന്റ് സ്കില്ല്. വെബ് ഡെവലപ്മെന്റ് സ്കില്ല് ഡിഫറെന്റ് ആണ്, കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് സ്കില്ല് ഡിഫറെന്റ് ആണ്. ഇച്ചിരൂടെ ലോജിക്കൽ ആസ്പെക്ട്സ് ഇച്ചിരൂടെ ഷാർപ്പ് ആക്കുക, പ്രാക്ടീസ് വേണം. അതിനാണ് നമ്മൾ പൈത്തൺ പഠിച്ചത്. ശരിയാ ഞാൻ ഓർക്കുന്നു. മറ്റേ ലിസ്റ്റും നമ്മളീ കുറെ കൂടെ സി ആയിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് ശരിയാ, അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ. പക്ഷെ കുറെ പണി കിട്ടി നമുക്ക്. എനിക്ക് തോന്നുന്നു സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാം കമ്പൈൽ ടൈം കൂടുതൽ, ടൈം ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ അത് ബേസിക്കലി നമുക്കൊന്നും അറിയത്തില്ല. അതാ. സോ അതിനകത്ത് നമ്മൾ കൂടുതൽ ഡൈവ് ചെയ്തില്ല. പക്ഷെ കോഡ് വിറ്റ ഒരു നല്ലൊരു ബ്രേക്ക് ത്രൂ പോലെ ആയിരുന്നു നമുക്ക്. കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റി, നമ്മളെവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെ ഒരു ഇന്റർവ്യൂ കിട്ടുമെന്ന് പോലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് നമുക്ക് എന്താ ഡയറക്റ്റ് TCS ഇന്റർവ്യൂസ് നമുക്കൊരു പ്ലേസ് വന്നു. ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് തോന്നുന്നു ഇത്ര സെമ്മിലായോണ്ട് അത് കഴിഞ്ഞിട്ട് ഓർക്കുന്നില്ല. ഇന്റർവ്യൂവിന് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്റർവ്യൂ ഇവന് മാത്രം കിട്ടിയുള്ളല്ലോ. അത് ശരി, എനിക്ക് മാത്രമല്ലല്ലോ. അല്ല എന്ന് വെച്ചാൽ നമ്മുടെ 3 പേര് മാത്രമേ ട്രാക്ക് ചെയ്തോളൂ. അതെന്തോ ഭാഗ്യത്തിന് ഇന്റർവ്യൂവർ ശരി. എല്ലാ പ്രോജക്ട്സും എനിക്ക് തോന്നുന്നു നമുക്ക് മിക്കവാറും പറ്റിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യും, അത് എന്നിട്ട് ഇച്ചൂടെ കഴിയുമ്പോൾ നമ്മളങ്ങ് ഷട്ട് ഡൗൺ. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഡിഫക്റ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റും put it out. Like let it be small, let it be big, whatsoever. നമ്മൾ ചെയ്യുന്ന ഓരോ എഫേർട്ടിലും ആൾക്കാർ കാണുക. എനിക്ക് തോന്നുന്നു അത് ഒരു കോൺഫിഡൻസ് ബാക്കിയുള്ള ഇന്റർവ്യൂസിനാണെങ്കിലും അതൊരു ഇന്റർവ്യൂവറിനും ആണെങ്കിലും അതൊരു കോൺഫിഡൻസ് കിട്ടും. ലൈക്ക് ഓക്കെ, ഹി ഹാസ് ഡൺ സംതിങ് ലൈക്ക് ദാറ്റ്. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട്. പക്ഷെ ഞങ്ങൾ അത് ചെയ്തില്ല, നമ്മളത് ഖേദിക്കുന്നു. കാരണം പല സാധനങ്ങളും ഇപ്പം തപ്പാൻ പോകുമ്പോൾ അതാ നമ്മളെന്താ ഇതിങ്ങനെ ചെയ്ത്. കമ്പാരിറ്റീവ്ലി നമ്മൾ കുറേ സാധനങ്ങൾ പബ്ലിക്കലി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ
ഗാഡി ആ ശരിയാ അത് പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റേ സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ അത് തന്നെ ശരി എന്തോ എൻട്രൻസ് ടെസ്റ്റോ അങ്ങനെ ഒരു വന്നപ്പോഴായിരുന്നു തോന്നുന്നു കറക്റ്റ്. പക്ഷെ അതിന് അല്ല അങ്ങനെ അല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല നമുക്കിപ്പോൾ URLs ഇല്ല, നമ്മളിപ്പോൾ അതിന്റെ ഒരു ഡിപ്ലോയിഡ് സ്റ്റേറ്റ് ഇല്ല. എന്തുകൊണ്ടോ നമ്മളത് ടേക്ക് ഡൗൺ. പക്ഷേ ഈ ഇതൊന്നും നമ്മൾ ചെയ്ത പ്രോജക്റ്റ് ഗാർഡിനേഷൻ മാത്രമേ നമ്മൾ ഡിപ്ലോയ് ചെയ്തുള്ളൂ. ഗാർഡിനേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണോ? നമുക്ക് ബേസിക്കലി കാർസ് 24 കാർസ് 24 അന്നത്തെ ഒരു ചെറിയ കാർസ് 24 അത് നമ്മളെന്താ വെച്ചാൽ നമ്മള് മറ്റേ എന്തൊക്കെ റോൾ ചെയ്ത് ഡേറ്റ സെറ്റ് സ്ക്രേപ്പ് ചെയ്ത് മറ്റേ ബ്യൂട്ടിഫുൾ സൂപ്പോ ബ്യൂട്ടിഫുൾ സൂപ്പിനകത്ത് സ്ക്രേപ്പ് ചെയ്ത് ഡേറ്റ ക്ലീൻ ചെയ്തു. നമ്മൾ ഡേറ്റ ക്ലീനിങ് ആണോ ചെയ്യുന്നത് പോലും നമുക്ക് അറിയത്തില്ല. അതായിരുന്നു സ്റ്റാൻഡർഡൈസ്. ലൈക്ക് നമ്മൾ കുറെ ഡേറ്റ അതിനകത്ത് കളിച്ച കുറെ കാര്യങ്ങള് ലൈക്ക് ഇപ്പൊ ഡേറ്റ എഞ്ചിനീയർ ഇരിപ്പുണ്ട്. അതാ നമ്മൾ ഇപ്പൊ കറക്റ്റ് ചെയ്തത് ഡേറ്റ ക്ലീനിങ് നമുക്ക് അറിയത്തില്ല. അപ്പം അത് ശരിയാ. അതിനകത്ത് നമ്മള് പൈത്തണിലും പിന്നെ HTML jQuery ആ സമയത്ത് jQuery ആയിരുന്നു. അത് ശരിയാ. ജാവാസ്ക്രിപ്റ്റിനെക്കാളും ഈസിയർ ആയിട്ട് നമുക്ക് അതും ശരിയാ, അതും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ്. അതൊരു ആ പ്രോജക്റ്റ് ആയിരുന്നു. അതൊരു നല്ലൊരു ശരിയാ. നമ്മള് ഒരു നമുക്ക് തന്നെ ഒരു ടൈം ലൈനും ഉണ്ടായിരുന്നു. അതിലാണ് ഡിപ്ലോയ് അതൊരു ഹെറോക്കു ശരിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു സെയിൽസ്ഫോഴ്സോ സാപ്പോ സെയിൽസ്ഫോഴ്സ് മേടിച്ചു. കറക്റ്റ്. അപ്പൊ അന്നത്തെ നമ്മുടെ ആ ഫ്രീ ടീച്ചർ സ്ലോ ആണെങ്കിലും നമ്മള് സ്റ്റാർട്ടപ്പ് ടൈം ആയിരുന്നില്ല ഇഷ്യൂ എന്ന് തോന്നുന്നു. എനിക്ക് അത് എന്തോ ഷെയർഡ് റിസോഴ്സ് അപ്പൊ അത് ഷട്ട് ഡൗൺ. കറക്റ്റ്. അപ്പം അതായിരുന്നു നമ്മുടെ ഫസ്റ്റ്. എനിക്കൊന്ന് DB ആണെങ്കിലും നമ്മളെവിടെയോ ഓൺലൈനിൽ കൂടെ നമ്മൾ DB ചെയ്തത് സംതിങ്. അതിപ്പോ ഇല്ല. ഏത് ഡേറ്റാബേസ് ആയിരുന്നു യൂസ് ചെയ്തത്? മോങ്കോ അല്ല, ഗാർഡിനേഷൻ എനിക്ക് തോന്നുന്നു നമ്മള് മൈസ്കിൽ തന്നെ യൂസ് ചെയ്തെന്ന് തോന്നുന്നു. ആണോ? മോങ്കോ അല്ലേ? മോങ്കോ ആയിരുന്നോ? മോങ്കോ ആണെന്ന് തോന്നുന്നു. അത് അതായിരുന്നു. നമുക്ക് SQL ഇല്ലായിരുന്നു. നമ്മളെന്താ മോങ്കോയുടെ ഹോസ്റ്റഡ് പ്ലാറ്റ്ഫോം. അത് തന്നെ മോങ്കോയുടെ ഹോസ്റ്റഡ്. ഇപ്പൊ അതില്ല. ആ സമയത്ത് മോങ്കോ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ പ്രൊജക്ട് എല്ലാം മോങ്കോയും Node.js അവരൊരു ടൈപ്പും കപ്പിളും ആയിരുന്നു. എല്ലായിടത്തും പോയി നോക്കിയാലും Node.js. പിന്നെ റിയാക്ട് വന്നു. ആംഗ്ലർ ആദ്യമേ ആംഗ്ലർ അല്ലേ? ആംഗ്ലറിൽ തുടങ്ങി വ്യൂവിലോട്ട് മാറി. ആംഗ്ലർ ഒത്തിരി പഠിച്ചു. എനിക്കൊന്ന് ഹീറോ എന്ന് പറഞ്ഞ എന്തോ ഒരു ട്യൂട്ടോറിയൽ നോക്കിയാ അങ്ങനെ നോക്കി കുറെ ആ ഹീറോ അവരുടെ ഡോക്യുമെന്റേഷനിൽ ഉണ്ടായിരുന്നു ഒരു ട്യൂട്ടോറിയൽസ്. അതെ, വൺ തിങ് ഇസ് ദാറ്റ് കുറെ ഡോക്യുമെന്റേഷനിൽ നമ്മൾ മിക്കവാറും ഓർക്കുന്ന ഡോക്യുമെന്റേഷനിൽ തരുന്ന ട്യൂട്ടോറിയൽസ് ലൈക്ക് ഇറ്റ്സ് നോട്ട് വർത്ത് ചില സ്പെൻഡിങ് ടൈം ഓൺ. പക്ഷെ ആ സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് ശരിയാ. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈക്ക് അതാണ് വൺ ഓഫ് ദ ബെസ്റ്റ്. ആ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഫുൾ അതിനകത്ത് മേജർ കോൺസെപ്റ്റ്സ് ഒക്കെ മോസ്റ്റ്ലി അവർ ടച്ച് ചെയ്യും. ലൈക്ക് അതെങ്ങനെ ചെയ്യണം. എനിക്ക് തോന്നുന്നു അന്ന് നീയും അത് ചെയ്തായിരുന്നല്ലോ. ആംഗ്ലർ ട്രൈ ചെയ്തായിരുന്നു ഫസ്റ്റ് എന്തോ ഉണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ നമ്മൾ ആംഗ്ലറിലോട്ട് ചെയ്തു. പക്ഷെ അത് ലേറ്റർ ആണ്. എനിക്ക് തോന്നുന്നു ആദ്യമേ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ തന്നെ ലൈക്ക് നേറ്റീവ് ആയിട്ട് നമ്മൾ jQuery യൂസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ആ ഇൻട്രാക്ഷനും ആ ക്ലിക്കിംഗ് ഓഫ് ബട്ടണും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എനിക്ക് തോന്നുന്നു പ്യോർ ജാവാസ്ക്രിപ്റ്റ്. നമ്മൾ കോഡ് വിറ്റ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് വില്ലേജിന് അപ്ലൈ ചെയ്ത്. അതിന് മുമ്പ് നമ്മൾ കുറെ ഹാക്കത്തോൺ പോയി അല്ലേ? മറ്റേ ഹാക്കത്തോൺസും പോയി. പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ മെന്റർ
മെൻറ്ററാണ് മറ്റേ അവര് സ്റ്റാർട്ടപ്പ് വില്ലേജിലോട്ട് ആക്സെപ്റ്റഡ് ആയി. അവർ മറ്റേ പേയ്മെന്റ്സ് സിസ്റ്റം ആയിരുന്നു ഉണ്ടാക്കുന്നത്, ഇന്നത്തെ ഫോൺ പേ. ലൈക് QR കോഡ് സ്കാൻ ചെയ്യുന്ന ഒരു ടെക്നോളജി ആയിരുന്നു അവരൊന്നും ഉണ്ടാക്കി. അതാണ് നമ്മളെ ക്യൂരിയസ് ആക്കി. എന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പോയി അപ്ലൈ ചെയ്തപ്പം അതിന്റെ ഡെഡ് ലൈൻ ക്രോസ് ചെയ്തു. യെസ് അതാണ് ശരി, വലിയൊരു ഹ്യൂജ്. അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മള് മറ്റേ ഹാക്കത്തോൺസിന് പോയി. 2 ഹാക്കത്തോൺസ്. അതേതായിരുന്നു? ഒന്ന് മറ്റേ മനോരമ ഹാക്കത്തോൺ, ശരിയാ, പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു വേറെ എന്തായിരുന്നു, കെയർ സ്റ്റാക്കിന്റെ. അല്ല, അന്ന് കെയർ സ്റ്റാക്ക് അല്ലല്ലോ, ഗുഡ് മെത്തേഡ്സ് ഗ്ലോബൽ. അതെ, ഗുഡ് മെത്തേഡ്സ് ഗ്ലോബൽ. അപ്പം എനിക്ക് തോന്നുന്നു ലൈക്ക് ഒരു വലിയൊരു കോഡിങ് ജേർണി പോലെ ലൈക്ക് ഇറ്റ് വാസ് ലേണിംഗ് മോസ്റ്റ്ലി. എനിക്ക് തോന്നുന്നു ലൈക്ക് ഫ്രം മൈ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. കുറേ കാര്യങ്ങൾ ഗ്രാജുവലി ഹാർഡ് വേ കൂടെ കുറേ കാര്യങ്ങൾ പഠിച്ചോണ്ട് ഇന്ന് ലൈക്ക് ഡോക്സ് വായിക്കുന്നതും പിന്നെ വീഡിയോസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ കുത്തിയിരുന്ന് ഡോക്സ് വായിക്കണം. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ എററിൽ കൂടെ നമ്മൾ ഡീബഗ് ചെയ്യണം. അപ്പോൾ അത് ആ സാധനങ്ങൾ ഡീബഗിങ് സ്കിൽസും അതൊക്കെ നമ്മൾ ഗ്രാജുവലി നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ കുറെ എനിക്കൊന്ന് സ്റ്റാക്ക് ഓവർഫ്ലോ ആൻഡ് അരുണാണ് ഗൂഗിൾ സെർച്ച് എങ്ങനെ ചെയ്യണമെന്ന് തന്നെ പഠിപ്പിച്ചത്. എന്നെ അതാ ഞാൻ പറഞ്ഞത്. സോ അങ്ങനത്തെ കുറെ അതെനിക്കറിയത്തില്ല. ബേസിക്കലി ആ ഒരു ടൈപ്പ് ഓഫ് ലൈക്ക് ഈവൻ നമ്മളാണെങ്കിലും ഈവൻ ഗൂഗിൾ സെർച്ചിൽ ഞാൻ അന്ന് പഠിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if you format the way in which you are asking, ഗൂഗിൾ സെർച്ച് ഇസ് പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കറക്റ്റ്. പക്ഷെ നമ്മൾ ചുമ്മാ റാൻഡംലി നമ്മൾ ഇപ്പൊ ഞാൻ ചെയ്ത അതായിരുന്നു പണ്ട്. കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ഫ്രേസ് ചെയ്ത് നമ്മളെനിക്കൊന്ന് ഹെഡ് ഓഫ് ടൈം വേണ്ടി ഇപ്പൊ AI ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സോ അതായിരുന്നു എന്റെ ലേണിംഗ്. അതായിരുന്നു അപ്പൊ എനിക്ക് ഏറ്റവും ആ ഒരു നമ്മൾ ആ 3 പേരിൽ ആ ഡിസ്കഷൻ. സോ ദ സ്പെൻഡിങ് ഓഫ് ടൈം ആൻഡ് ഡിസ്കഷൻ നമ്മൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ ലൈക്ക് ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. എന്തേലും ആരെങ്കിലും ഒക്കെ എന്തേലും ഒക്കെ ഇട്ടോണ്ട് വരും. അന്ന് ഹാക്കർ റാങ്ക്, അതിന് ഹാക്കർ റാങ്ക് ഉണ്ടായിരുന്നല്ലോ. ഹാക്കർ റാങ്ക് ആയിരുന്നു മേജർ. ലീഡ് കോഡ് നമ്മൾ അത്ര അറിയത്തില്ലായിരുന്നു. നമ്മള് കോമ്പറ്റീറ്റീവ് പ്രോഗ്രാമിംഗ് ഒരു കോഡ് ഷെഫ് ഇല്ല. കോഡ് ഷെഫില് മച്ച് ബെറ്റർ. ആ സമയത്ത് ഹാക്കർ റാങ്ക് എനിക്ക് ഒന്ന് ഗ്രോ വരുന്നത് നമ്മള് ശരിയാ 2013 അവരെനിക്ക് തോന്നുന്നു ആ സമയത്ത് ടെക് ക്രഞ്ച് ഒക്കെ ജയിച്ച് അവര് ഈ കോമ്പറ്റീറ്റീവ് സാധനം ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആക്കാന്നുള്ള രീതിയിൽ അവര് വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളന്ന് അതിനകത്താണെന്ന് തോന്നുന്നു ഞാൻ ഈ പൈത്തണും അതിൻ്റെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ. സോ ബേസിക്കലി നമ്മൾ മോസ്റ്റ്ലി ലേണിംഗ് ഹാർഡ്വെയറിലായിരുന്നു. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ യൂസ്ഫുൾ ആവുന്നുണ്ട്. നമ്മൾ ഒത്തിരി റീറ്റെയിനിങ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഇപ്പോൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ ആൻഡ് ഈസിയർ ബട്ട് സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ ലോഡ്. എന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അതെ, ഇൻഫർമേഷൻ ഓവർലോഡ്. അന്ന് ബേസിക്കലി നമുക്ക് അറിയാം ലൈക്ക് ഓക്കെ ഇന്നതാണ് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. അത് ലൈക്ക് അത് അതിൻ്റെ ട്രേഡ് ഓഫ്സും ഉണ്ട്, അതിൻ്റെ ഗുണങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ലേണിംഗ് കപ്പാസിറ്റി ഇപ്പം ലൈക്ക് നമ്മളിപ്പോൾ AI ഒക്കെ വന്നുകൊണ്ട് ലൈക്ക് എന്തോ വൈബ് കോഡിങ്ങോ ലൈക്ക് ബേസിക്കലി വൈബ് കോഡിങ് എന്ന് പറഞ്ഞ ടേം ആണെങ്കിലും ഇപ്പം കോയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പം ലൈക്ക് അന്ന് ഞാൻ കണ്ടു വന്നേക്കുന്നത് വെച്ചാൽ ലൈക്ക് നമ്മൾ ഈ AI-നെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എല്ലാം കിട്ടുന്നു. വി ആർ ജസ്റ്റ് കോപ്പിങ് ആൻഡ് വി ആർ ജസ്റ്റ് പേസ്റ്റിംഗ് ഇറ്റ് ഓവർ. And the problem is we might not read what we are doing. Exactly. അതുകൊണ്ട് നമ്മുടെ നോളജ് അത്ര എനിക്ക് തോന്നുന്നില്ല ഗ്രോ ചെയ്യുന്നുണ്ടോ. അതെ, ഒരു ബ്ലോഗ് പോസ്റ്റ് ഉണ്ടായിരുന്നു ലൈക്ക് ഒരു ഗ്രാഫ് വെച്ചിട്ട് സ്റ്റാക്ക് ഓവർഫ്ലോ ലെഡ് കോഡിങ് ആൻഡ് AI ലെഡ് കോഡിങ്. എന്നിട്ട് ഒരു എക്സ് ആക്സസ് എനിക്കൊന്ന് നോളജ് ആണ്, സ്പീഡ്. അപ്പം സ്റ്റാക്ക് ഓവർഫ്ലോയിൽ സ്പീഡ് കുറവായിരിക്കും പക്ഷെ നോളജ് ഭയങ്കര കൂടുതലായിരിക്കും. AI സ്പീഡ് കൂടുതലായിരിക്കും, നോളജ് കുറവായിരിക്കും. സോ ആ ഡിഫറൻസ് കാണുന്നില്ല. ബട്ട് മേ ബി നമുക്ക് അത്ര നോളജ് വേണ്ടായിരിക്കും. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ
നമുക്ക് മേ ബി അത്രയും നോളജ് വേണ്ടായിരിക്കും. അതൊരു ഇച്ചിരി ഒപ്പീനിയേറ്റഡ് ആണ്, എനിക്കറിയത്തില്ല. സബ്ജക്റ്റീവ് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ. ലൈക്ക് കാരണം എന്ന് വെച്ചാൽ ലൈക്ക് ശരിയാണ്, നമുക്ക് കോഡ് എല്ലാം തരും, ബട്ട് ഇപ്പോഴും I don't think so. It's reached to that stage where much you get a proper code for production usage because of course നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ നമുക്ക് അറിയണം, ലൈക്ക് നമുക്ക് ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ സയൻസ് ബേസിക്സ് വേണം. ലൈക്ക് ഒരു ഇപ്പോൾ ഇതാണല്ലോ ക്ലാസിക്കൽ കോഡിങ് ആൻഡ് യുനോ AI കോഡിങ്. അപ്പോൾ ക്ലാസിക്കൽ കോഡിങ്ങിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കോഡിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ തന്നെ ലൈക്ക് ഒന്ന് റീഡ് ത്രൂ ചെയ്ത് AI ഇവാലുവേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു പല ആൾക്കാരുടെയും ഇത് സെറ്റ് ചെയ്തേക്കുന്ന ഒരു തോട്ട് പ്രോസസ് ഇച്ചിരി ഫണ്ടമെന്റലി. ഇത് റെക്കോർഡിംഗ് ടൈമിലാണ് ദിസ് ക്യാൻ ഇംപ്രൂവ് ഫോർ ഷുവർ. എന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് തോന്നുന്നു മറ്റേ പല ആൾക്കാരും കുറേ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഇപ്പം നമുക്ക് GPT ഉണ്ട്, അതുകൊണ്ട് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദയർ. പക്ഷെ അങ്ങനെയല്ല, ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു നോ ദ ഫണ്ടമെന്റൽസ്. ഒന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന കോഡിൽ നിങ്ങൾക്കൊരു പവർ ഉണ്ടായിരിക്കണം. അവർ ജനറേറ്റ് ചെയ്യുന്ന ഫാസ്റ്റർ ആയിരിക്കും. എന്നാലും നമുക്ക് എനിക്ക് തോന്നുന്നു ഈ കോൺസെപ്റ്റ് മറ്റേ സ്റ്റാക്ക് ഓഫ്ലോഡ് സമയത്തുണ്ടല്ലോ. അതെ അത് ശരിയാ, കോപ്പി ചെയ്യരുത്. അപ്പൊ നമ്മൾ പിന്നെ നമ്മൾ അന്ന് കോപ്പി ചെയ്താലും എറർ വരും. എറർ വരുമ്പോ അപ്പൊ നമ്മൾ സ്റ്റക്ക് ആവും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ വന്നാലും അടുത്ത റീട്രൈക്ക് അത് എന്തായാലും ശരി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ അതങ്ങ് ഫിക്സ് ആവും. അപ്പൊ അങ്ങനത്തെ കാര്യത്തില് നമ്മളൊന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ് മെയിൻറ്റെയിൻ ചെയ്യണം. കറക്റ്റ് അല്ലേ? അപ്പം നമ്മളെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഫസ്റ്റ് എപ്പിസോഡ്? എനിക്ക് തോന്നുന്നു ഇത്രയേ ഉള്ളായിരുന്നു. ഇതാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ഒരു കോഡിങ് ജേർണി. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് us ഐ തിങ്ക് നമ്മൾ ഒരു ഐഡിയ ഉണ്ടെന്ന് തോന്നിപ്പോ എന്തുവാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ്. നമ്മൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ ആദ്യമേ ഉദ്ദേശിച്ചേക്കുന്നത് തന്നെ ഒരു ജസ്റ്റ് ടു ഗിവ് out how we used our college time to pick up coding വലിയ build a product. അത് തന്നെ അല്ല, നമ്മൾ കൊച്ചിലെ ചില ആൾക്കാർ നമ്മൾ പിന്നെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും ചെറിയ പ്രായത്തിലെ 6th സ്റ്റാൻഡേർഡിലും 5th സ്റ്റാൻഡേർഡിലും കോഡ് ചെയ്ത ആൾക്കാരുണ്ട്. അല്ല അങ്ങനെയല്ല, പുറത്താണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാം കോളേജ് വന്നു കഴിഞ്ഞിട്ടാണ് ആ ഒരു സർക്കിൾ. സോ ബേസിക്കലി കമ്മ്യൂണിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് നമ്മൾ ആ മീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സും നമ്മളെ മാറ്റർ ചെയ്യും, മെൻറ്റർ മാറ്റർ ചെയ്യും, റൈറ്റ് മെൻറ്റർ, പിന്നെ ഇവന്റ്സ്. എനിക്ക് ആഡ് ചെയ്യാനുണ്ടോ? ഇതൊക്കെയാണ് നമ്മളൊരു ഗുഡ് പ്ലേസ് ടു വൈൻഡ് ഓഫ് ഫോർ എപ്പിസോഡ് 1. യെസ്. അപ്പം പിന്നെയും നമുക്ക് കാണാം. യെസ്, വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ.